ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മാൻ പവർ സപ്ലൈ കമ്പനിയിലെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഈ ഹോം നേഴ്സുമാരെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമല്ലോ, ഇപ്പോൾ വീട്ടു ജോലിക്കാണെങ്കിലും അതേപോലെ തന്നെ വയസ്സായിട്ടുള്ള ആൾക്കാരെ നോക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു സപ്ലൈ ചെയ്യുന്ന ഫേമിലെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ടാലി പ്രൈമിൽ ആ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നാണ് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി. അപ്പൊ ഞാൻ എല്ലാ മാസത്തിലും ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് എന്റെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. ഒരു ഐഡിയും കൂടി ഉണ്ട്, shyamastaliclass@gmail.com ആണ് എന്റെ ഐ ഡി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പൊ ആദ്യം നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ എന്താ വെച്ചാൽ ആദ്യം എന്താണ്, നമുക്ക് അതിനെ കുറച്ച് ക്യാപിറ്റൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. റെസിപ്റ്റ് എടുത്തു. അപ്പോൾ ഒരാളത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം അയാൾക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ക്യാപിറ്റൽ എടുത്തു. ഇവിടെ നമുക്ക് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പൊ ഒരു 75,000 ആണ് ക്യാഷ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെബിറ്റ് എന്നുള്ളടത്ത് ക്യാഷ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. നമുക്ക് ഇനി അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ കുറച്ച് പൈസ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാ വൗച്ചറാണ് സെലക്ട് ചെയ്യേണ്ടത്. F4 ആണ് അടിക്കേണ്ടത്. F4 സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് എന്നുള്ളത് ക്യാഷ് കൊടുത്തു. ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60,000 ആണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 60,000 കാണിച്ചു. എൻ്റർ അടിച്ചു. ഡെബിറ്റ് എന്നുള്ളത് എന്താണ്, ബാങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് SIB ബാങ്ക് ഇവിടെ കൊടുക്കാം. SIB ബാങ്ക് കൊടുത്തു. ബാങ്ക് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം. IFS കോഡ്, സ്വിഫ്റ്റ് കോഡ്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ബാങ്കിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡിനോമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നെക്സ്റ്റ് പറയാം, നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു റെന്റിന്. അപ്പൊ അതിന്റെ 2 ഡിപ്പോസിറ്റ് നമ്മൾ കൊടുക്കണം. പകുതി കൊടുക്കുക എന്ന് പറയില്ലേ, നമുക്ക് പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് റെന്റ് ഡിപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഓൾട്ട് സി അടിച്ച് നമുക്ക് റെന്റ് ഡിപ്പോസിറ്റ് നമുക്ക് ഇവിടെ കാണിക്കാം. റെന്റ് ഡിപ്പോസിറ്റ് അസറ്റിലേക്കാണ് കൊടുക്കേണ്ടത്, തിരിച്ചു കിട്ടാനുള്ളതാണ്. ഇവിടെ നമുക്ക് ഡിപ്പോസിറ്റ് അസറ്റിലേക്ക് നമുക്ക് കാണിക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പൊ നമ്മളൊരു 50,000 ആണ് കൊടുക്കുന്നത്. ഇവിടെ 50,000 അടിക്കാം. ക്രെഡിറ്റ് എന്ന് പറഞ്ഞതാണ്, ചെക്ക് വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ബാങ്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. എൻ്റർ അടിച്ചിട്ട് നമുക്ക് ആ എൻട്രി സേവ് ചെയ്തു. കുറച്ച് ഫർണിച്ചറുകളൊക്കെ വാങ്ങിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അതിൽ കുറച്ച് ടേബിള്, ചെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഫിക്സഡ് അസറ്റിലേക്ക് കാണിച്ചു. അപ്പൊ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇപ്പൊ ഫർണിച്ചർ നമ്മൾ വാങ്ങിച്ചു, മൊത്തം ഫർണിച്ചറാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൊത്തം ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 8,000 റുപ്പീസിന് ഫർണിച്ചർ വാങ്ങിച്ചു. നമ്മുടെ ക്യാഷ് കാണിച്ചു. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി അടുത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു സർവീസ് കൺസേൺ ആണുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോം ചെയ്യണത്, ആൾക്കാരെ സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതായത് ഇപ്പൊ മെന്നാണെങ്കിലും വ്യൂമൺ ആണെന്നുണ്ടെങ്കിലും ആർക്കാണോ ആവശ്യക്കാരെ അവർക്ക് ഇവര് ആൾക്കാരെ സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഒരു സർവീസ് ആണ് ചെയ്യണത്. അപ്പൊ ആദ്യം നമുക്ക് GST നമ്മുടെ ഫേമിൽ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, മുകളിൽ കമ്പനി ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് F11 ഫീച്ചർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു.
അത് നമുക്ക് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണും, എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്, അതേപോലെ തന്നെ റെഗുലർ, നമുക്ക് GSTയുടെ നമ്പർ കൊടുക്കാം. ഇവിടെ 15 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ആ നമ്പർ നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ, അതിനനുസരിച്ച് നമുക്കിവിടെ കൊടുക്കാം. നമ്മളിവിടെ വെച്ചിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ കമ്പനിയിൽ നമ്മളിപ്പോൾ GST നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മള് സെയിൽസ് ആണ് നമ്മൾ ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താണ് ആൾക്കാരെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് ഒരു സർവീസ് കൺസേൺ ആകുമ്പോൾ അവിടെ എന്താണ് നമ്മുടെ പർച്ചേസ് ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ ഇൻവെന്ററി അല്ല അവിടെ ഡീൽ ചെയ്യണത്. കാരണം എന്താണ് നമ്മളൊരു അക്കൗണ്ടിങ് ലെഡ്ജർ മാത്രമേ നമ്മളവിടെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് സർവീസിലൊക്കെ എന്താണ് നമ്മുടെ ഇൻവെന്ററി ഉണ്ടായിരിക്കില്ല. നമ്മൾ സാധാരണ ട്രേഡിംഗ് പോലെ തന്നെ, അതായത് 3 തരത്തിലുള്ള കൺസേണുകൾ ഉണ്ട്. ഒന്ന് ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഫിനിഷ് ഗുഡ്സ് വാങ്ങിക്കുന്നു, ഫിനിഷ് ഗുഡ്സ് വിൽക്കുന്നു. ഇനി സർവീസ് കൺസേൺ പറയുമ്പോൾ അവിടെ എന്താണ് നമ്മളൊരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു കൊറിയർ ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂള്, കോളേജ്, ഇവിടെ ഒന്നും എന്താണ് ഇൻവെന്ററി ഉണ്ടായിരിക്കില്ല. മൂന്നാമത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് മാനുഫാക്ചറിങ് കൺസേൺ ആണ്. അവരെന്താണ് ചെയ്യുക, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അവർ വിൽക്കുന്നത് എന്താണ് ഫിനിഷ് ഗുഡ്സ് ആണ് വിൽക്കുക. അപ്പൊ ഈ 3 തരത്തിലെയും അക്കൗണ്ട്സുകൾ എന്താണ് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് റൈറ്റിൽ നിന്ന് നമ്മുടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ പാർട്ടിയുടെ പേരായിട്ട് നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് പാർട്ടിയുടെ പേര് കൊടുക്കാം. ഇപ്പൊ ഇവിടെ യദു എന്ന് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എന്താണ് നമുക്ക് ഈ പാർട്ടിയുടെ അടുത്ത് എന്താണ് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ട്. നമുക്ക് ഈ പാർട്ടിക്കാണ് നമ്മൾ ഈ മാൻ പവർ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നമുക്ക് സൺഡ്രി ഡെറ്ററിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു. നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. പാർട്ടിയുടെ അഡ്രസ്സ്, ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കൊടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ വീണ്ടും എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. വീണ്ടും നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, നമുക്ക് അപ്പൊ ഇവിടെ വെച്ചിട്ട് പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. Alt+C അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം മാൻ പവർ സർവീസ് പറഞ്ഞിട്ട് നമുക്കൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇവരെന്താണ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഈ ഫോമിനെ സംബന്ധിച്ച് എന്താണ് ഡയറക്റ്റ് ഇൻകം ആണ്. അപ്പൊ ഡയറക്റ്റ് ഇൻകത്തേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമ്മൾ GST അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് HSN കോഡ് നമുക്ക് ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയറിലേക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് ഒരു HSN കോഡ് നമുക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചോദിക്കും GST റേറ്റ് ആൻഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ ഏതിലേക്ക് സെലക്ട് ചെയ്യണം, ഇവിടെ നമുക്ക് ചോദിക്കും GST റേറ്റ് ആൻഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ്. ഇവിടെ എന്താണ് സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയറിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ടാക്സബിളിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് നാച്ചർ ഓഫ് ട്രാൻസാക്ഷനിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം ലോക്കൽ സെയിൽസ് ടാക്സബിൾ. ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. GST റേറ്റ് പറയുന്നത് 18% ആണ് സർവീസിന്. CGST 9%, SGST 9% കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് സർവീസ് ആണ്. നമ്മുടെ ഗുഡ്സ് അല്ല, ഇത് സർവീസ് ആണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ വരും. അപ്പൊ ഇത് വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഈ സെയിൽസിന്റെ വൗച്ചറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും പ്രൊവൈഡ് അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ ഫോർ ലെഡ്ജേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. ഇത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ മാൻ പവർ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെന്നായിട്ട് എത്ര, വ്യൂമൺ ആയിട്ട് എത്ര എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാം. ഇപ്പൊ മെന്നാണെന്ന് വിചാരിക്കുക, നമുക്ക് ഒരു 3 ആൾക്കാരെയാണ് പ്രൊവൈഡ് ചെയ്യണത്. അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂമൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 2 ആൾക്കാരെയാണ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ ഈ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാം. എൻ്റർ അടിച്ചു. നമ്മളൊരു ടോട്ടൽ എമൗണ്ട് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്കൊരു 1,10,000 കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ കാണിക്കും മെൻ3. ഈ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തേ നമുക്ക് ഇവിടെ നമുക്ക് ഇതിങ്ങനെ കാണിക്കും. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി എന്താണ് ഇതിന് മുകളിൽ എന്താണ് നമ്മുടെ ടാക്സും കൂടി നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം, CGST എന്നൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എൻ്റർ അടിച്ചു.
ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് എന്നുള്ളത് GST കൊടുത്തു. ടാക്സ് ടൈപ്പ് എന്നുള്ളത് നമുക്ക് CGST സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു, ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ലെഡ്ജർ എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്? STST കൊടുക്കണം. അപ്പോൾ Alt+C അടിച്ചു, STSTയുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GST കൊടുത്തു. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? STST കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടിൻ്റെയും ടാക്സ് വന്നിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് കൊണ്ട് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ന്യൂ റെഫറൻസിൽ വന്നു, എൻ്റർ അടിച്ച് ഇത് സേവ് ചെയ്തു. നമ്മൾ ആ ഒരു എൻട്രി നമ്മൾ സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ടാണ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എടുത്ത് നോക്കേണ്ടത്? നമുക്ക് ടാബൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രി ഇവിടെ കാണിക്കും. സേവിങ്സിൻ്റെ എൻട്രി നമുക്ക് ഇവിടെ കാണിക്കും, എമൗണ്ട് ആയിട്ട് കാണിക്കും. ഇനി പാർട്ടിയുടെ എത്ര കിട്ടാനുണ്ട് എന്നുള്ളതാണെങ്കിലോ നമുക്ക് ഇവിടെ ഗോ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ബില്ല് റിസീവബിൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ബില്ല് റിസീവബിൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. 1,29,800 നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളതിൽ നമുക്കിവിടെ കാണിക്കും. ഇനി ഈ പാർട്ടി നമുക്ക് എന്താണ് പൈസ എന്താണ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് എന്താണ് റെസിപ്റ്റ് ആണ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ എതു സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എതു തരാനുള്ള ടോട്ടൽ 1,29,800 ആണ് നമുക്ക് ഇവിടെ കിട്ടിയതായിട്ട് ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഇവിടെ നമുക്ക് കാണിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ടിയിൽ നമുക്ക് എന്താണ് തരുന്ന എമൗണ്ടിൽ എന്താണ് നമുക്ക് TDS കൂടി കാണിക്കണം. അപ്പൊ TDS എന്താണ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ളതാണ്. അപ്പൊ TDS എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻട്രിയുടെ ഉള്ളിലേക്ക് പോകാം. നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ TDS കാണാൻ എന്താണ് ആക്സസബിൾ വാല്യൂവിന്റെ മുകളിലാണ് TDS കാണുക. അപ്പൊ ഇവിടെ 1,10,000 മുകളിലാണ് TDS കാണേണ്ടത്. അപ്പൊ നമുക്ക് 1,10,000 മുകളിൽ എന്താണ് 2% ആണ് TDS. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് എടുക്കാം 1,10,000 സെലക്ട് ചെയ്തിട്ട് എടുത്തു ഇൻറ്റു 2/100 2,200 ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എമൗണ്ട് നമുക്ക് വെക്കാം. നമ്മൾ കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്തു. ഇനി പൈസ നമുക്ക് കിട്ടുകയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമ്മൾക്ക് പാർട്ടിയുടെ പേര് ഇവിടെ നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ എതു എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ എതു തരാനുള്ള ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. 1,29,800 നമ്മളിവിടെ അടിച്ചു കൊടുത്തു. എൻ്റർ അടിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് എഗെയിൻസ്റ്റ് റെഫറൻസിൽ വന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ഡെബിറ്റ് നോട്ട് നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? TDS റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Alt+C അടിച്ചു. TDS റിസീവബിൾ എന്ന് പറഞ്ഞ ലെഡ്ജർ അടിച്ചു. ഇത് നമുക്ക് എന്താണ് കറന്റ് അസറ്റ് നമുക്ക് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കറന്റ് അസറ്റിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് TDSന്റെ എമൗണ്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് 2,200 കൊടുത്തു. എന്താണ് നമുക്ക് ബാക്കി ബാലൻസ് എമൗണ്ട് ആണ് നമുക്ക് ബാങ്കിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ എൻട്രി സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു. ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണും. ഇടതുഭാഗത്ത് ലയബിലിറ്റിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. വലതുഭാഗത്താണെന്നുണ്ടെങ്കിൽ അസറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അസറ്റിലാണെങ്കിൽ നമുക്കിവിടെ TDS റിസീവബിൾ പറഞ്ഞിട്ട് എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ ബാലൻസ് എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മാൻ പവർ അക്കൗണ്ടിങ് നമ്മൾ ടാലിയിൽ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്താണ് ഞാൻ വിചാരിക്കുന്നു. Thank you for watching.